ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മായാദേവി, ശശി, ഹായ്. അതെ, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അതായത് ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തണം എന്ന് തോന്നിയിട്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിരിക്കുന്നത്. ഇനി എന്തായിരുന്നാലും ആഴ്ചയിൽ ഒരു ദിവസം സൗകര്യം പോലെ ഒരുമിച്ച് ഒരു ലൈവ് വരാമെന്ന് വിചാരിക്കുന്നു. അഹമ്മദ് കുട്ടി ബാബു, ഇസ് ഇറ്റ് ഹാസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അഹമ്മദിന്? അല്ല, അഹമ്മദ് കുട്ടിക്ക് മാരേജ് സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അല്ലല്ല, ദേഷ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. അപ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഞാനൊരു വിശ്വാസിയല്ല. വൾച്ചർ, ഓക്കെ, നമ്മുടെ അഡ്മിന്മാർ വന്നു, ഇനി അഡ്മിന്മാർ കൈകാര്യം ചെയ്തോളൂ. ഞാന് ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരാളാണ്. ഇക്ക ഇസ്ലാം മതത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഇതെങ്ങനെയാണ് അങ്ങോട്ട് ശരിയാകുന്നത് എന്നതാണ് പലരുടെയും ചോദ്യം. ഇതൊരു രൂപത്തിലും ശരിയായിട്ട് അങ്ങോട്ട് പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഈ വള്ളം ഇടിച്ചു നിൽക്കുമെന്ന് പറയുന്നവരുണ്ട്, വല്ലാണ്ട് പോകൂല എന്ന് പറയുന്നവരുണ്ട്. ശരിക്ക് ഞങ്ങൾ ഈ സാധാരണ കാണുന്നത് പോലെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് കസർത്ത് കാണിക്കുന്ന ആളുകൾ ഉള്ളിൽ കിടന്ന് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ, ഞങ്ങൾ അങ്ങനെ ആശയപരമായിട്ടൊന്നും പരസ്പരം തമ്മിലടിക്കാറില്ല. അപ്പോൾ ഇക്കയുടെ വിശ്വാസം എന്താണ് എന്ന് ഇക്ക ഒന്ന് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശ്വാസ നിരാസം എന്താണെന്ന് പറയാം. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു പശ്ചാത്തലം തന്നെയാണ്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ ഷോപ്പ് അടച്ചിട്ട് വീട്ടിൽ കയറി വരുമ്പോൾ ജാമ്യയുടെ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ അടിച്ച് താഴ്ത്തിയിടുന്ന പോലെയൊക്കെ മുസ്ലിം സമുദായത്തിന്, അതുപോലെ മുസ്ലിങ്ങളെ ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാനതിനെ എതിർക്കാനൊന്നും പോകില്ല. കാരണം ഞാൻ പഠിച്ചത് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാന ആ ഒരു ഇതിലാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ, മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ച ആ ഒരു രീതിയിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച ആ ഒരു ഇത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ഉസ്താദ് അങ്ങനത്തെ ആളായിരിക്കാം. അപ്പോൾ സമാധാനമാണ് എല്ലാത്തിനും പറഞ്ഞു തന്ന ആ ഒരു രീതികളൊക്കെ. അല്ലാതെ ഇപ്പോൾ ജാമി മതം ഉപേക്ഷിച്ച ഒരാളാണ്. ജാമി മതം ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ജാമ്യരോട് വെറുപ്പ് തോന്നേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം എൻ്റെ ഭാര്യനെ എനിക്ക് ഭാര്യ എന്നുള്ള ആ ഒരു പദവി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അല്ലാതെ അത് മതം നോക്കിയിട്ടോ മറ്റൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ മലയാളീസിൻ്റെ ഇടയിൽ തന്നെ ഒട്ടനവധി മുസ്ലിം പയ്യന്മാർ ഹിന്ദു കുട്ടികളെയും അതുപോലെ ക്രിസ്ത്യൻ കുട്ടികളെയൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു പയ്യന്മാർ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നുണ്ട്, അതുപോലെ ക്രിസ്ത്യൻസിനെ കഴിക്കുന്നുണ്ട്. ക്രിസ്ത്യൻസ് മുസ്ലിംസിനെയും ഹിന്ദുവിനെ അങ്ങനെയൊക്കെ മിക്സ് ആയിട്ട് നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. കേരളത്തിൻ്റെ ആ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കാലത്തും ഇപ്പോൾ നമ്മളെയൊക്കെ പൂർവികന്മാർ ആദ്യകാലത്ത് എങ്ങനെയാണ് ഇസ്ലാം മതം 650 വർഷത്തിന്റെ മുൻപ് അല്ലേ? അല്ല, ഇവിടെ കേരളത്തിന്റെ കാര്യം പറയാം, ഇന്ത്യയുടെ കാര്യം പറയാം, വന്നു. ഇവിടെ മതപരിവർത്തനം എന്നുള്ള രൂപത്തിലല്ല ആദ്യകാല അറബികൾ ഈ കേരളത്തിൽ കാലുകുത്തിയത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കച്ചവട സംഘമാണ്, കച്ചവടപരമായിട്ട് വന്ന് അങ്ങനെ കേരളത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി. പിന്നീട് അവർ ഇവിടെ നിന്ന് വിവാഹം കഴിക്കുകയും മറ്റൊക്കെയാണ് ഉണ്ടായത്. ഇവിടെ ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ തന്നെ തിരിച്ചു പോയി. അതിനുശേഷം വന്ന ആളുകൾ, മാലിക് ബിൻ ദിനാർ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ കേരളത്തിൽ വന്ന് കുറേ ആളുകൾ വിവാഹം കഴിച്ചു. പിന്നീട് അതിൽ നിന്ന് മതപരിവർത്തനവും അതുപോലെ മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടനവധി ഭാഗങ്ങളിലായിട്ട് ഇത് വ്യാപിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ കാലഘട്ടത്തിലും സമാധാനപരമായിട്ടാണ് ഇസ്ലാമിൻ്റെ വളർച്ച ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വിശ്വാസവും എന്നെ പഠിപ്പിച്ച ആ ഒരു ഇതും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സമാധാനപരമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ സമാധാനപരമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് ഈ പറയുന്ന അറബികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന
നമ്മുടെ കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാളിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ രാജാക്കന്മാർ, അവർക്ക് വേണ്ടുന്ന ഈ അറബികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പല രീതികളുണ്ട്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വന്ന നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാറുമറക്കാൻ പോലും പറ്റാതെ നടന്നിരുന്ന നമ്മുടെ ഉമ്മ പെങ്ങന്മാർ എന്ന് തന്നെ പറയാം. അതിൽ മതം കലർത്തേണ്ട അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉമ്മ പെങ്ങന്മാർ മറക്കാൻ പോലും പറ്റാതെ നടന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് ടിപ്പു സുൽത്താന്റെ വരവ് കേരളത്തിലേക്ക് ഉണ്ടായത് എന്നാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ഇല്ലായ്മ ചെയ്തതും അതിനെ അടിച്ചമർത്തുകയും ചെയ്ത ടിപ്പുവിനെ കുറിച്ച് എന്തൊക്കെ ഇവിടെ മോശമായിട്ട് രൂപത്തിൽ പറയുന്നുണ്ട്. പല രൂപങ്ങളിലും പല രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയണം. അപ്പോൾ ഇവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മതേതര ഇന്ത്യ എന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് എന്നിലുള്ളത്. ഇവിടെ എല്ലാവിധ ജാതി മത എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഇന്നും നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ BJP ഇന്ത്യ ഭരിക്കുന്നു. പല ഭാഗങ്ങളിലും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് തെറ്റുകാരൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ആ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട്, അതല്ലെങ്കിൽ ഇന്ത്യ ആ ഒരു പാർട്ടിയുടെ ഭാഗമായി മാറി ഇനി നമുക്കെല്ലാം ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആ ഒരു രീതിയോട് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷെ അത് ഇന്ത്യയിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലേക്ക് ഒരിക്കലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറിട്ടൊരു രീതിയിലാണ് നമ്മുടെയൊക്കെ പോക്ക്. ഇപ്പം ഞാൻ ഒരുപാട് വർഷമായിട്ട് ഗൾഫ് രാജ്യത്ത് ജീവിച്ച ആളാണ്. എൻ്റെ റൂമിൽ പല മതസ്ഥരും വന്നും പോയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൂടെ ജീവിച്ച് അങ്ങനെ പോയ ആളുകളിൽ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. ഞാനൊരിക്കൽ ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിലൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ മറന്നു, പ്രകാശ് എന്ന് അങ്ങനെ എന്തൊരു പേരാ. അവന് UP-കാരനാണ്. ഇവൻ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തോ ഒരു സാധനം എടുത്തപ്പോൾ പെട്ടെന്ന് യാ അല്ലാ എന്ന് വിളിച്ചു. അത് ഞാൻ പഠിച്ച ആ ഒരു ഇതായത് കൊണ്ട് എൻ്റെ ദൈവത്തിനെ ഞാൻ വിളിച്ചു. എനിക്കത് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചത്. അപ്പോൾ ഇവനത് ക്യാച്ച് ചെയ്തു. ഇവൻ എന്നോട് പറഞ്ഞു നാ മത്ബുലാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ക്യൂ? അപ്പോൾ പറഞ്ഞു അള്ളാനെ വിളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വടകരയിലുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു, ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭാസ്കരേട്ടൻ പറഞ്ഞു ഇവന്മാരായിട്ടൊന്നും എതിർത്ത് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ അമുസ്ലിം അല്ലേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവന്മാരെ ഇവിടെ അങ്ങനെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അവരുടെ കൾച്ചർ വേറെയാണ്. പക്ഷെ മലയാളികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചർ വേറെയാണ്. ഇപ്പോൾ ജാമിയുടെ ഈ യൂട്യൂബിൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിൻ്റെ ഇതിലും വന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ പോലും തീവ്രവാദിയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഈ തീവ്രവാദിയുടെ കൂടെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? അതല്ലെങ്കിൽ പേഴ്സണലായിട്ടും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ടീച്ചർ എല്ലാ കാര്യവും നമ്മളോട് പറയുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ തികച്ചും ഒരു കാര്യം പറയാം. നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഞാൻ പഠിച്ച എൻ്റെ മദ്രസയിലൊന്നും ഒരാളെ കഴുത്ത് വെട്ടാനോ അതല്ലെങ്കിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാനോ അതല്ലെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് അവരെ പിടിച്ചു കൊണ്ടുപോയി കെട്ടിവെച്ച് അവരെ മതം പഠിപ്പിച്ച് അല്ലെങ്കിൽ പടച്ചവനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കാനോ ഒന്നിനും നമ്മൾ ആരും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. എൻ്റെ ഫാമിലിയിലും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിട്ടില്ല. കാരണം സമാധാനമാണ് മതം എന്ന് വിശ്വസിക്കുന്ന ഞാനും എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പാടെ ഉപ്പയും അതുപോലെ തന്നെ ഉമ്മാടമ്മ അങ്ങനെയുള്ള ഫാമിലിയിൽ പെട്ട എല്ലാ മക്കളും ഇന്ന് വരെയും
ഈ ഒരു കാര്യം പറഞ്ഞിട്ട്, മതത്തിന്റെ കാര്യം പറഞ്ഞിട്ട്, രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരാളെയിട്ടും വഴക്കിന് പോലും പോയിട്ടില്ല. അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഞാനിപ്പോ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾ കഴുത്തറക്കാൻ പഠിപ്പിക്കുന്നു, അതല്ലെങ്കിൽ എങ്ങനെ കൊല്ലണം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് സത്യത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഞാനൊരു പരിഹാസ രൂപത്തിലാണ് അതിനെ കാണുന്നത്. കാരണം ഇതെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒട്ടനവധി നാടുകളിലും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ദിവസം ഒരു ഗീതമ്മ എന്ന് പറഞ്ഞു അല്ലെ, ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു പയ്യന് ആ അമ്മയെ അവൻക്ക് കിട്ടാവുന്ന ആ കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോ ആ അമ്മയെ കഴുത്തറത്താണ് കൊന്നത്. റെനി ചോദിക്കുന്നത് കേൾക്ക്, എല്ലാവരും തീവ്രവാദികളാണെന്ന് ഞങ്ങളും പറയുന്നു. പക്ഷെ ചില ആൾക്കാര് അല്ല, 1921 തലവെട്ടി കിണറ്റിലിട്ടവർ ആരാ? ധനലക്ഷ്മി അല്ല ധനഞ്ജയ്. 1921 തലവെട്ടി കിണറ്റിലിട്ടവർ എന്നുള്ള ഒരു പദം തന്നെ ശരിയല്ല. കാരണം അന്ന് സംഭവിച്ചത് ബ്രിട്ടീഷുകാർക്ക്, എന്റെ അറിവ് വെച്ച് ഞാൻ പറയാണ്, ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള സഹോദരന്മാരെ അതല്ലെങ്കിൽ അവരെ ഉമ്മപ്പെങ്ങന്മാരെയൊക്കെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ടാണ് 1921 അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് എന്റെ അറിവ്. അത് ആ കാലഘട്ടത്തിൽ 1921 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി, ഇക്ക എന്തുകൊണ്ടാണ് വിശ്വാസിയായി തുടരുന്നത് എന്നാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞത്. പാരമ്പര്യമായിട്ട് അവര് മുസ്ലിങ്ങളാണ്, വാപ്പയുടെ വാപ്പ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞു വന്നതുകൊണ്ട് ഇസ്ലാം മത വിശ്വാസിയായി. അപ്പോ എന്റെ വാപ്പച്ചി മുസ്ലിം അല്ലേ? ആണ്. അദ്ദേഹത്തിന്റെ വാപ്പ മുസ്ലിം അല്ലേ? അദ്ദേഹവും പാരമ്പര്യമായിട്ടൊരു വിശ്വാസിയാണ്. അപ്പൊ ഞാന് ഈ മതഗ്രന്ഥം പഠിച്ചിട്ടാണ് ഇത് മാനവിക വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി ഈ മതം ഉപേക്ഷിക്കുന്നത്. എനിക്ക് ആശയം വേണ്ട, ഈ മതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞ ഒരു 3 പോയിന്റ് ഉണ്ട്. ഒന്ന്, ഇത് ഒരു സ്ക്രിപ്റ്റഡും അല്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ ഒരു പ്ലാൻ ചെയ്യുകയോ ഒന്നും ചെയ്ത് സംസാരിക്കുന്നതല്ല. അതുകൊണ്ടാണ് പ്ലാൻ ചെയ്യാത്തത്. കാരണം ഇക്കായ്ക്ക് എന്താണോ പബ്ലിക്കിനോട് പറയാനുള്ളത് അത് ഇക്ക പറയണം. ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഞാൻ പറയുക. അതിൽ നിന്നും വിഭിന്നമായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നു. ഇക്കയുടെ വിശ്വാസം, ബോധ്യം അതിനനുസരിച്ച് സംസാരിക്കുന്നു. ഞങ്ങൾ 2 പേർക്കും അതിൻ്റെ സ്പേസും ഉണ്ട്. കാരണം എൻ്റെ വിശ്വാസം, എൻ്റെ നിരാസം എനിക്ക് ഇക്കായെ അടിച്ചേൽപ്പിക്കാനും പറ്റില്ല. ഇക്കയുടെ വിശ്വാസം ഇക്കായ്ക്ക് എന്നെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അപ്പോ പറഞ്ഞ 3 പോയിന്റ് ആണ്. ഒന്ന്, ഇസ്ലാം സമാധാനപരമാണ് എന്ന് പറഞ്ഞു. ഇസ്ലാം സമാധാനപരമാണെങ്കിൽ ഇക്കണ്ട പ്രശ്നങ്ങൾക്കൊന്നും ഒരു സ്കോപ്പും ഇല്ലല്ലോ. പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് 21 എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ടിപ്പുവിന്റെ മാറുമറയ്ക്കൽ സ്വാതന്ത്ര്യം, സത്യം പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരിക്കലും മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കാണ് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം. അതിനാണ് ചാന്നാർ ലഹള പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ശരിയിരിക്കട്ടെ, ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇസ്ലാം സമാധാനം നൽകുന്നത്? ഇപ്പോ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മള് സാധാരണ ഒരു ടോക്കുണ്ട്, തുപ്പിയതിനും തൂറിയതിനും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു രീതി. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മതി, അത് എല്ലാവരിലും അടിച്ചേൽപ്പിക്കുക, വേറിട്ട കാഴ്ചയോടുകൂടി അവരെ കാണുക. ഇന്നലെ വരെ കൂട്ടുകാരായിട്ട് നടന്നിരുന്ന ആ ഒരു 3 മതസ്ഥരും ഇന്ന് വേർപെടുന്ന ആ ഒരു രീതിയിലേക്ക് എത്തുന്നത്, അത് മതപരമായിട്ടാണോ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു രീതിയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാം വിഷം തുപ്പുന്ന രീതിയിലാണ് വളരുന്ന ചെറുപ്പക്കാരിൽ ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുക. കാരണം അവരതിൻ്റെ സത്യം അറിയുന്നില്ല. അവരിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളർന്നു വന്ന ആ മതത്തിൻ്റെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്
കിട്ടുന്ന ആ ഒരു ക്ലാസ്. കാരണം സമാധാനപരമായിട്ട് ജീവിക്കുന്ന മതസ്ഥർ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അതിൽ ആരും തീവ്ര സ്വഭാവമുള്ള ആളുകളില്ല. ചില ആളുകൾ പറയുന്നുണ്ട് തീവ്രവാദികൾ എന്ന് പറയുന്നുണ്ട്. തീവ്രവാദം എല്ലാ മതത്തിലും ഇല്ലേ? തീവ്രവാദം എന്നുദ്ദേശിക്കുന്നത് എന്താ? തീവ്രമായിട്ട് വാദിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ തീവ്രവാദം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ കഴുത്ത് വെട്ടുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഒരാളെ ഒന്നുമല്ലാതെ ആക്കി മാറ്റുന്ന ആൾക്കാർ, ഇതല്ല തീവ്രവാദികൾ. തീവ്രവാദം എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ തീവ്രമായിട്ട് വാദിക്കുന്ന ആളുകളാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരാള് ഒരു തീവ്രവാദം ചെയ്യുന്നു, ഒരു പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ ഭീകരത, തന്റെ മതം മാത്രമാണ് ശരി, എല്ലാവരും വിശ്വാസികളാകണമെന്ന് പറയുന്നു. അത് നമുക്ക് വെറുതെ വിടാം. അയാൾ പറയുന്നതിന്റെ പേരിൽ എല്ലാ ഇസ്ലാം മത വിശ്വാസികളെയും പറയേണ്ടതില്ലാണ്. പക്ഷേ ഒരു ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ കിതാബുമായിട്ട് ആ മുസ്ലിങ്ങളുടെ കഴുത്തിന് നേരെ ഇറങ്ങി തിരിച്ചാൽ ഇത് തന്നെയല്ലേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുസ്ലിങ്ങള് ഇപ്പോ വാളെടുത്തു ഒരു കയ്യിൽ ഖുർആനും പിടിച്ചു എന്ന് പറഞ്ഞു. ഏതെങ്കിലും യുദ്ധ സന്ദർഭങ്ങളിൽ ഖുർആൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വാള് വേണ്ടിയിട്ട് ഒരാളെ തലവെട്ടിയ വല്ല ചരിത്രം ഉണ്ടോ? ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ പറയുക ചെയ്യണത്. ഇപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വേൾഡിൽ നടക്കുന്ന യുദ്ധ സന്ദർഭങ്ങൾ കണ്ടില്ലേ? ഈ യുദ്ധങ്ങൾ നടക്കുന്നത് വെറും മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതല്ല. അത് ജൂതന്മാർ എന്ന് പറയുന്ന വേൾഡില് നമ്പർ 1 തീവ്രവാദികൾ എന്ന് തന്നെ അതിന് പറയാൻ പറ്റും. കാരണം മുസ്ലിങ്ങൾ ആരും ടെക്നോളജിപരമായിട്ടുള്ള ആയുധങ്ങൾ കണ്ടുപിടിച്ച ഒരു സംഭവമില്ല. ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാനും മനുഷ്യരെ എങ്ങനെ കൊല്ലണം എന്നുള്ള ആയുധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ജൂതന്മാര് തന്നെയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ജൂതരാഷ്ട്രത്തിൽ മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ഇത് കണ്ടുപിടിച്ച ആളുകൾ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ജൂതന്മാരാണ്. കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. അതൊക്കെ ഞാൻ അതിന്റെ ഇത് പേരൊന്നും നമുക്കറിയില്ല. അപ്പൊ ഓരോ സംഭവങ്ങളും ഹമാസ്, താലിബാൻ, ഐസിസ്, ബൊക്കോ ഹറാം ഇവരൊക്കെ പാവങ്ങളല്ലേ? അത് കണ്ടുപിടിച്ചിട്ടല്ല. അത് അവർക്ക് ആയുധം വിറ്റ് ഇപ്പൊ അറേബ്യൻ കൺട്രിയിൽ, ഇപ്പൊ അറേബ്യൻ രാജ്യത്ത് ഞാൻ ജീവിച്ചത് കൊണ്ട് ഞാൻ പറയാം. അറേബ്യൻ രാജ്യത്ത് ഇപ്പോ അമേരിക്കന്റെ എയർബേസും മറ്റുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് തമ്പടിച്ച് നിന്ന് ഇപ്പൊ ഇറാന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു. ഇവർക്ക് ആയുധം വിറ്റ് അവരുടെ രാജ്യത്ത് നിന്നുള്ള ഗ്യാസ്, പെട്രോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആ ക്രൂഡ് ഓയിൽ അടിച്ച് അവർക്ക് വിൽപ്പന നടത്തുകയാണ്. ആ വിൽപ്പന നടത്തുന്നതിലൂടെ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഓരോ രാജ്യത്തിനും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അമേരിക്ക, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ അല്ല. ജൂതന്മാരാണ് ഈ ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ചതെങ്കിൽ ഇതിന്റെ ഒക്കെ കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആയുധത്തെ ആശ്രയിക്കാൻ? അവരൊക്കെ പടച്ചോന് വേണ്ടി, ജിഹാദിന് വേണ്ടിയിട്ട് പുറപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഈ ആയുധങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ ആയുധങ്ങൾ കൊടുത്തിട്ടുള്ളത് മൊത്തം സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ശരി, ഇരിക്കട്ടെ. ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നതും എഫേർട്ട്, ഇന്ത്യൻ മിലിറ്ററിയുടെ സമയം ഇതൊക്കെ ചെലവഴിക്കുന്നത് ആര് കാരണമാണ്? നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? പാകിസ്ഥാൻ. അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം കോടാനുകൂടി പണമാണ് ചിലവഴിക്കുന്നത്. അത് ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യ മാത്രല്ല, എല്ലാ രാജ്യത്തും ആയുധ ശേഖരണമുണ്ട്. ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞില്ലേ? ജൂതന്മാര് തീവ്രവാദികളാണ്, അവരായുധമുണ്ടാക്കി ലോകത്തിന്റെ നാശത്തിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ. എത്ര ജൂത സംഘടനകളെ നിങ്ങൾക്കറിയാം? സംഘടനയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ 100 കണക്കിന് പേരുകൾ ഞാൻ പറഞ്ഞു. സംഘടന ഉണ്ട്. ഈ സംഘടനകൾക്കൊക്കെ ഈ ഓരോ ഗണ്ണിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എമ്മാതിരി ആയുധങ്ങളാണ് ഈ പറയപ്പെടുന്ന പല രാജ്യങ്ങളിലേക്കും സപ്ലൈ ചെയ്ത് ആ രാജ്യങ്ങൾ ഇപ്പൊ ഈ പറയുന്ന തീവ്ര സ്വഭാവമുള്ള ആളുകളിലേക്ക് കൈമാറുന്നുണ്ടെങ്കിൽ ഇവരുടെ ആയുധങ്ങൾ തന്നെയാണ് അതൊക്കെ. അല്ലാതെ അവരായിട്ട് കണ്ടുപിടിക്കുന്നില്ല. അവർക്ക് കണ്ടുപിടിക്കാൻ അതിനുള്ള ടെക്നോളജി ഇല്ല, സംവിധാനങ്ങളില്ല. അവരൊക്കെ ഒളിവിൽ താമസിക്കുന്ന പോലെയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞു. പാകിസ്ഥാനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ആയുധങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്.
പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഈ 4 മൂലക്കിലുള്ള എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് ആരാ? ഇപ്പൊ ഈ കഴിഞ്ഞിടയിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്രവൃത്തി നടത്തിയ അമുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെ ഫോട്ടോസാണ് ഇവിടെ വന്നത്. അതല്ലാതെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ കുറിച്ചല്ല വന്നത്. കൃത്യമല്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ആളുകൾ, പാകിസ്ഥാന്റെ ആ ചാരപ്രവൃത്തി നടത്തുന്ന ആളുകൾ, അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്? ഇവിടുത്തെ ഇതൊക്കെ ചുരുക്കം പറയാ, ഇവിടെ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങള് ഇപ്പോ ഒരുപാട് മുസ്ലിങ്ങൾ പല സ്റ്റേറ്റിലുമായിട്ടുണ്ട്. ഇവിടുത്തെ ഇപ്പോ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാം. മഹാത്മാഗാന്ധിജിയെ കൊന്നാരാ? ഇന്ദിരാഗാന്ധിയെ കൊന്നാരാ? ജൂതനല്ല പറയുന്നത്. ഇവിടെ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഈ കേരള ഇതിന്റെ ഉള്ളിൽ തന്നെ പറയാം. നമുക്ക് മലയാളം മാത്രമാണ് വശമുള്ളൂ എന്നുള്ള ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ പറയാം, ഇവിടെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് വിളിച്ച് കൂവുന്ന ആൾക്കാരോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നാരാ? ഇന്ദിരാഗാന്ധിയെ കൊന്നാരാ? രാജീവ് ഗാന്ധിയെ കൊന്നാരാ? ഇവിടുത്തെ മുസ്ലിങ്ങളല്ല. അപ്പൊ ഈ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്നതാരാ? ഇവിടുത്തെ മുസ്ലിങ്ങളല്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ തീവ്രവാദികളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഈ മുസ്ലിങ്ങൾ എല്ലാവരും മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്ന ചില കോമരങ്ങളുണ്ട് ഇവിടെ. അങ്ങനൊന്നും ആരും പറഞ്ഞില്ലെന്ന് നമുക്ക് കാണുന്നതല്ലേ, കേൾക്കുന്നതല്ലേ. പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി പറയട്ടെ. അതായത് ഈ ആയുധങ്ങൾ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ പരിണാമത്തോളം തന്നെ പഴക്കമുള്ള ഒരു സാധനമാണ് ഈ ആയുധം എന്ന് പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം കണ്ടുപിടിച്ചതല്ല. മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടാനും സ്വയരക്ഷയ്ക്കും കല്ലും തടിയും ഒക്കെ കൊണ്ട് ആയുധമാക്കിയതുപോലെ മരം വെട്ടാനും അതിനു വേണ്ടിയൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. ഞാൻ പറയട്ടെ, ജൂതമതം രൂപപ്പെടുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ മനുഷ്യന്മാരിവിടെ അമ്പും വില്ലും കുന്തവും കൊടച്ചക്രവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരി, നിക്കട്ടെ. ഇപ്പൊ ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം 20-ാം നൂറ്റാണ്ടിലാണ് ആയുധ നിർമ്മാണത്തിലും അതുപോലെ സാങ്കേതിക വിദ്യയിലുമൊക്കെ ജൂതവംശജരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ചില വിഭാവനങ്ങൾ നൽകിയിട്ടുള്ളത്. അത് സംഭാവനകൾ. ഇപ്പൊ അണുബോംബിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. അതാ ഞാൻ പറഞ്ഞത്, അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല. ഞാൻ പറയട്ടെ. റോബർട്ട് ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ആളാണ്. അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇവരൊക്കെ ജൂതന്മാരായിരുന്നു. പക്ഷേ അവർ ഒരു ആയുധം എന്ന രൂപത്തിലല്ല അതുണ്ടാക്കിയത്, മറിച്ച് ഭൗതിക ശാസ്ത്രത്തിലെ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇസ്രായേല് ആയുധ നിർമ്മാണത്തില് ലോകങ്ങളിൽ ഏറ്റവും മുൻനിരയിലാണ്, സമ്മതിക്കുന്നു. ഉസി സബ് മെഷീൻ ഗണ്ണ്, അയൺ ഡോം ഒക്കെ ഇസ്രായേലിന്റെ മൊസാദ് ഉപയോഗിക്കുന്ന നമുക്കറിയാം, അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ എല്ലാ തരത്തിലുള്ള ലോകോത്തര ആയുധങ്ങളും മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയരുത്. കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ആയുധങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ കണ്ടുപിടുത്തമല്ല. മനുഷ്യൻ എന്നായുധം ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ തന്നെ ലോകത്ത് യുദ്ധങ്ങളുമുണ്ട്. ജൂതന്മാരായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരും അവരുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ സംരക്ഷണ രീതി ഞാൻ പറയട്ടെ, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ചു, അവരുടെ അധികാരത്തിനു വേണ്ടിയൊക്കെയാണ് ആയുധങ്ങൾ നിർമ്മിച്ചത്. ശരിയാ, ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചപ്പോൾ ആയുധങ്ങളും അതിൽ കൂടുതൽ നാശകാരികളായിട്ട് മാറിയിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾക്ക് പിന്നില് ഒരു സയനിസ്റ്റ് അജണ്ടയുണ്ട്, അഥവാ ഒരു ജൂത അജണ്ടയും ഒരു മുസ്ലിം വിരോധവും ഉണ്ട് എന്ന് സമർത്ഥിക്കരുത്. തെറ്റ്. മതഗ്രന്ഥങ്ങളിൽ പറയുന്ന യുദ്ധങ്ങളായിരുന്നാലും ആയുധങ്ങളായിരുന്നാലും ഇതൊക്കെ ഉണ്ടാക്കിയത് ജൂതന്മാരാണോ? അങ്ങനെയാണെങ്കിൽ പടച്ച റബ്ബ് ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം ഇരുമ്പ് ഇറക്കി തന്നു എന്ന് പറയുന്നുണ്ട്. ഇരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ആയുധം, കത്തി, വാള്, കുന്തം, ഇങ്ങനെ 3 രീതിയിൽപ്പെട്ട സാധനങ്ങളാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിച പോലെയുള്ള സാധനങ്ങളൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. പണ്ട് ഇവിടുത്തെ രാജാക്കന്മാരുടെ ആ ഒരു
സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപൂർവം ചിലയിടങ്ങളിൽ മാത്രമാണ് പീരങ്കി കാണാൻ നമ്മൾ ഇടയാവുന്നത്. ആ പീരങ്കി കൊണ്ടുവന്ന ആരാ? ഇവിടുത്തെ ഇന്ത്യയെ എത്ര വർഷം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചത്? ആ ബ്രിട്ടീഷ് സൈന്യമാണ് ഈ പറയുന്ന പീരങ്കി സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത്. അതല്ലാതെ ഇവിടെ ആദ്യകാലത്ത് ജീവിച്ചിരുന്ന ഇപ്പോൾ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാരല്ല, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാ. അപ്പൊ ബ്രിട്ടീഷുകാര് ഇവിടെ ഉള്ളത് എന്ന് മാത്രമല്ല, ലോക രാജ്യങ്ങൾക്ക് ഈ ജൂത സമൂഹം ഓരോ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾക്ക് പകരമായിട്ട് ആ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ള രൂപത്തിൽ പല ആയുധങ്ങളും ഇവർ തന്നെ കണ്ടുപിടിച്ചു കൊടുത്തു. അത് പടച്ചറബിന് വേണ്ടിയിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ബോംബിട്ടോ എന്ന് പറഞ്ഞിട്ടല്ല കൊടുത്തിട്ടുള്ളത്. അപ്പൊ തീവ്രവാദ സ്വഭാവം, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചതാരാ? മുസ്ലിങ്ങളല്ല. ഇവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നില്ല. ഇപ്പൊ ഇറാനിൽ ഇസ്രായേൽ ബോംബിട്ട് എത്ര ക്രിസ്ത്യാനികൾ മരണപ്പെട്ടിട്ടുണ്ട് ഇറാനില്? കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഇപ്പോ ഫ്ലൈറ്റിന്റെ കാര്യം വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലൈറ്റിൽ സഞ്ചരിച്ചത് കൊണ്ട് ഓരോ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും അതിന്റെ ദിശ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ 25-ാം തീയതിയാണ് ഞാൻ ഷാർജയിൽ പോയത്. ഷാർജയിൽ പോയിട്ട് അവിടുന്ന് ഒരു 9 മണിക്കാണ് ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നത്. ഒരു ചോദ്യമുണ്ട്. പ്രവാചകൻ ഒരു നല്ല ആളായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾക്ക് വിഷമേറ്റത് എന്നാണ് റിനിയുടെ ചോദ്യം. പ്രവാചകൻ നല്ലൊരാളായത് കൊണ്ട് എന്തുകൊണ്ടാണ് വിഷമേറ്റതെന്നോ? പ്രവാചകൻ മനുഷ്യനാണ്, അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഇരുമ്പിന്റെ രൂപത്തിലുള്ള സംഭവങ്ങളൊന്നുമല്ല. മനുഷ്യനാണ്, മനുഷ്യനക്ക് വിഷമേൽക്കും. അല്ല, ഒരു സ്ത്രീ വിഷം കൊടുത്ത് കൊല്ലേണ്ട കാര്യമുണ്ടോ? അത്രയ്ക്കും അപകടകാരിയായിരുന്നു മനുഷ്യന് എന്ന് പറഞ്ഞ വിഷം തിണ്ടായി എന്ന് പറഞ്ഞ എല്ലാ മനുഷ്യർക്കും അത് അല്ല, ഒരു പെണ്ണ് വിഷം കൊടുത്തു കൊന്നതാണ്. അങ്ങനെ ഒരു സംഭവം പ്രവാചകനിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന അതാണ് ഞാൻ കൂടുതലും ടീച്ചറായിട്ട് കൂടുതലും സംസാരിക്കാൻ പോവാത്തത്. കാരണം ഇവരെ ഈ ഖുറാന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പ്രവാചകനെ വളരെ മോശമാക്കി സംസാരിക്കുന്ന അങ്ങനെ ഒരു കിതാബോ കാര്യങ്ങളോ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മുസ്ലിം സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയാണത്. കാരണം അല്ല ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 ഒന്നല്ല, ഷിയാക്കൾക്കായിട്ടൊരു ഖുർആൻ ഉണ്ട്. ഞാൻ ഖത്തറിൽ ഷിയ വിഭാഗത്തിന്റെ ആ ഒരു ഇതിൽ 7 വർഷം ജോലി ചെയ്ത ആളാ. ഈ ഖുർആൻ എന്തിനാ തള്ളേണ്ട ആവശ്യം? ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അല്ല, ഒരുപാടുണ്ടെങ്കിൽ അതിന്റെ സത്യസന്ധത പോയില്ലേ? സത്യസന്ധത എങ്ങനെ പോവും? നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ച വിഷയം ചിലപ്പോ ഈ പറയുന്ന ഷിയാക്കള് പ്രവാചകനെ ഒന്നുമല്ലാതാക്കിയിട്ട് മോശമാക്കി ചിത്രീകരിച്ച ആ ഒരു ഖുറാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രവാചകനെ മോശമാക്കുന്ന ഖുർആൻ എന്ന് പറയുന്നത് എന്താ? പല ഖുർആനുകൾ ഉണ്ട് എന്ന് ഇക്ക തന്നെ സമ്മതിച്ചല്ലോ ഷിയാക്കൾക്ക്. അപ്പൊ ഇതിൽ ഏതാണ് ജിബ്രീൽ വഴി വന്നിറങ്ങിയ ഖുർആൻ? അദ്ദേഹം പറയുന്നത് ജിബ്രീൽ വഴി ഇറങ്ങിയ ഖുർആൻ എന്ന് പറയുന്ന ആ ഖുർആന്റെ മാതൃകയാണ് ഈ പറയുന്ന ഞാനടക്കം ആ പാരമ്പര്യമായിട്ട് പിൻപറ്റി വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഓതിപ്പഠിച്ച ഖുർആൻ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ ഉസ്താദന്മാരൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം എന്തായിരിക്കും? ചിലപ്പോ അതിലെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഖുർആനെ വിശ്വസിക്കുന്നുണ്ട്. ഖുർആൻ എന്ന് പറയുന്ന കൂടുതൽ ഖുർആനുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാനൊരു ചുരുക്കൊരു കാര്യം പറയാം. അബൂബക്കർ പ്രവാചകന്റെ വഫാത്തിന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറയുന്ന ആ ഒരു രാജാവായിരിക്കുന്ന സമയത്ത് ഇത് ക്രോഡീകരിക്കുന്നത് തന്നെ. 200 വർഷങ്ങൾക്ക് ശേഷം ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്, അല്ലെ? ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം യഥാർത്ഥ ഖുർആൻ പ്രവാചകൻ ആ ജിബ്രീൽ വഴി കൊണ്ടുവന്ന ആ ഒരു സത്യസന്ധമായിട്ടുള്ള ഖുർആൻ
അതിവരുടെ കയ്യിൽ കിട്ടാത്തതാണോ, അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് ചിലപ്പോൾ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ ജിബ്രീൽ കൊണ്ടുവന്നതല്ലേ? അങ്ങനല്ല, അതേ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ തന്നെ ചില വീഡിയോസിൽ ഞാൻ കേട്ടൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. കുറെ ആട് തിന്നുപോയി, കുറെ അങ്ങനെ തിന്നുപോയി, ഇങ്ങനെ. ഇത് എന്ത് ആട് തിന്നു പോയാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഖുർആൻ അത് മനപ്പാടമാക്കി വെച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഹാബികൾ, അവർക്ക് ആ ഖുർആൻ പ്രവാചകൻ പറഞ്ഞ് പഠിപ്പിച്ചതായിട്ടുള്ള ഖുർആൻ വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു കൃത്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറങ്ങിയ ആ ഒരു ഖുർആൻ അതിന്റെ ആ ഒരു മാതൃകയായിരിക്കണം സാധാരണഗതിയിൽ പോകുന്ന ആ മുസ്ലിം സമുദായത്തിന് കിട്ടിയിട്ടുള്ളത്. കാരണം മറ്റുള്ളതിൽ തർക്കിക്കരുത് എന്നുള്ള ഒരു രൂപമുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് തർക്കിക്കാൻ പാടില്ല. അതിന്റെ കാര്യം മനസ്സിലാക്കുന്നതല്ല, സമാധാനപരമായിട്ട് ജീവിച്ചു പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നുള്ള ആ ഒരു ഖുർആൻ വാക്കുണ്ട്. അതിൽ ഉൾക്കൊള്ളണ എല്ലാ കാര്യങ്ങളും. കാരണം എന്റെ വിശ്വാസം ഇപ്പൊ ഇസ്ലാമിലേക്ക് വരുന്നത് വരെ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നുമുണ്ട്. അതിന്റെ ആവശ്യമില്ല. കാരണം അതിന്റെ ആവശ്യമല്ല, ഖുർആൻ വചനമല്ലേ. അത് യുദ്ധ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആയിരിക്കും. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് യുദ്ധം ചെയ്ത് ഒരാളെ നീ ഇസ്ലാമിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് അയാളെ വെറുതെ പിടിച്ചാണ് വെട്ടിക്കൊന്നാൻ പറ്റുമോ? അല്ല, യുദ്ധ സന്ദർഭങ്ങളിലാണ് ഇത് ഇറങ്ങിയത് ആരാ പറയേണ്ടത്? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇസ്ലാമിന്റെ കാര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇസ്ലാമിന്റെ ആ യഥാർത്ഥ ആ ഒരു സ്വഭാവം ശാന്തമായിട്ടുള്ള രീതിയാണ്. അത് ആയിരുന്നു. പക്വമായിട്ട് ചിന്തിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെയാണ് ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. എവിടെ ഒഴുകിയാണോ പ്രവാചകൻ ഇസ്ലാം ആര് പറഞ്ഞു? ഇസ്ലാം ഒരിക്കലും തകരില്ല. ഇസ്ലാം പർവതാനി പോലെയാണ് ഖുർആന്റെ ആ ഒരു വാക്കുകൾ തന്നെ. അത് എത്ര കാലം സഞ്ചരിക്കാൻ പറ്റുമോ അത്രയും കാലം സഞ്ചരിക്കും അത്. ഇസ്ലാം ആദ്യം പിന്നെ അതിനെ എതിർക്കുന്ന ആളുകൾ പൊട്ടന്മാരായി പോവുക എന്നല്ലാതെ അത് തകരുന്നത് സൗദി അറേബ്യയിലാണ്. എവിടെ തകരുക? സൗദി അറേബ്യയിൽ ഇന്ന് ഖുർആനിന്റെ നിയമമാണോ ഫോളോ ചെയ്യുന്നത്? അവിടെ വേറെ സംഭവമുണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ ചിലപ്പോ മാറ്റേണ്ടി വരും. ലോകത്തിനനുസരിച്ച് മതനിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ സൗദിയുടെ അതേ രീതി തന്നെയാണ് അവിടെ. കാരണം ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല എപ്പോഴാണ് അയാളെ ശിക്ഷ നടപ്പാക്കിയത് എന്നുള്ളത്. സൗദിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് ചിലപ്പോ സിഗ്നലിന്റെ ആ ഒരു ഇതുമേൽ കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലുന്നത്. കാരണം മറ്റുള്ളവർക്കൊരു മാതൃകയാവട്ടെ എന്നുള്ളതിലാണത്. പക്ഷെ അതിനൊക്കെ പിന്നീട് അങ്ങനെയുള്ള രീതികൾ ശരിയല്ല എന്ന് തോന്നിയിട്ടായിരിക്കും ചിലപ്പോ ഓരോ രാജാക്കന്മാർ വരുമ്പോഴും അതിന്റെ ആ നിയമവ്യവസ്ഥകൾ മാറ്റിക്കൊണ്ടുവരുന്നത്. ഇക്ക മനസ്സിലാക്കുന്ന ഇസ്ലാം സമ്പൂർണമാണ്. ഇക്ക മനസ്സിലാക്കുന്ന ഇസ്ലാം സമാധാനമാണ്. ഇക്ക പഠിച്ചിരിക്കുന്ന ഖുർആൻ സാരസമ്പൂർണമാണ്. ശരി, ഇസ്ലാം പഠിച്ച ആദ്യത്തെ സ്വീകർത്താവും പ്രയോക്താവും പ്രവാചകനാണ്. സംശയമൊന്നുമില്ലല്ലോ. ഇസ്ലാം പഠിച്ച എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഇസ്ലാമിന്റെ പ്രവാചകനാണ് ഈ ഖുർആൻ ലഭിക്കുന്നത്. അതിന്റെ യഥാർത്ഥ സ്വഭാവം അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി പിന്നീട് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് ആരായിരുന്നു? ആദം നബി അല്ലേ? ആദം നബിയാണോ ഇസ്ലാം മതം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന വന്ന ഖുർആന്റെ ആ ഒരു വിശ്വാസം ആദം നബി എങ്ങനെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇപ്പോ ഞാൻ പറഞ്ഞേ, പ്രവാചകൻ
നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞിട്ട് സമാധാന ആശയം മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. ഖുർആനിനകത്തുള്ളത് അത്രയും സമാധാനത്തിന്റെ സന്ദേശങ്ങളാണ്, അല്ലെ? അതെ, പ്രവാചകൻ നിങ്ങളീ പറയുന്നത് പോലെയുള്ള എല്ലാ പുഴുക്കുത്തുകളിൽ നിന്നും വിഭിന്നനാണ്. അദ്ദേഹം നിങ്ങളീ പറയുന്നത് പോലെ ഒന്നും ചെയ്തിട്ടില്ല. പ്രവാചകൻ സമാധാന സമ്പൂർണമായിട്ടൊരു ജീവിതം നയിച്ച് അങ്ങനെ സമാധാനം മാത്രം വാരി വിതറിയ വ്യക്തിത്വമായിരുന്നു എന്നല്ലേ പറഞ്ഞു വരുന്നത്? നമ്മൾ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ യുദ്ധങ്ങൾ അത്രയും? യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇസ്ലാം മതത്തിന്റെ ആ ഒരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി 23-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത്. 40-ാമത്തെ വയസ്സിൽ കിട്ടി 23 വർഷം പ്രവാചകനായിട്ട് ജീവിച്ചു. അതെ, അങ്ങനെ ജീവിച്ചു. ആ സമയങ്ങളിൽ തന്നെ പ്രവാചകന് നേരിടേണ്ടി വന്നതായിട്ടുള്ള മക്ക മുശ്രിക്കിന്റെ ആ ഒരു ഉപദ്രവം ചെറുതൊന്നുമല്ല. പക്ഷെ അങ്ങനെ മക്കയിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും കൊടുക്കാതെ വന്നപ്പോ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ. അപ്പോ അന്ന് ഉമർ ബിൻ ഖത്താബ് ജീവിക്കുന്ന ആരെങ്കിലും അതല്ല, അങ്ങനല്ല. അതായത് ബിംബാരാധന നടത്തി വരുന്ന ആ ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ ബിംബങ്ങളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകനെ കുടിക്കുന്ന വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് മക്ക മുശ്രിക്കുകൾ അവിടെ മറ്റേ എന്താണ് അബുലഹബോ, നമുക്കൊന്നും അയാളെ പേര് പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആ പ്രവാചകനെയും അതുപോലെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർക്കും പച്ചവെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോവാണ്. ആ സമയത്ത് ഇന്ന് കേരളത്തിലെ ഇപ്പം മലയാളികൾക്ക് അറിയാവുന്ന ഒരേ ഒരു ഖലീഫ എന്ന് പറയുന്ന വ്യക്തി ഉമർ ബിൻ ഖത്താബാണ്. അപ്പോൾ പണ്ട് സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഖലീഫ ഉമറിന്റെ ആ ചരിത്രങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പരിചയങ്ങൾ ഉണ്ടാവും. ഈ ഖലീഫ ഉമർ എന്ന് പറയുന്ന വ്യക്തി മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകനും ആ സഹപാഠികളും പോകുന്ന സമയം അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല, സ്വീകരിച്ചിട്ടില്ല. അപ്പോ സമാധാനപരമായിട്ടുള്ള ആ നീക്കം കണ്ട് അവരൊരു പ്രശ്നക്കാരല്ല, അവർ പോകുന്ന വഴി സമാധാനത്തിന്റെ വഴിയാണ് എന്ന് മനസ്സിലാക്കിയ ഉമർ ബിൻ ഖത്താബ് പിന്നീട് പ്രവാചകന്റെ ശിരസ് വെട്ടുമെന്ന് പറഞ്ഞ ഈ ഉമർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചത് പ്രവാചകൻ കഴുത്തിൽ വാള് വെച്ചിട്ടല്ല. അതല്ലാന്നുണ്ടെങ്കിൽ 10 പേരെ പറഞ്ഞയച്ച് ബലപ്രയോഗത്തിലൂടെ പിടിച്ചുകൊണ്ടുവന്ന് ഷഹാദത്ത് കലിമ ചെല്ലിപ്പിച്ചിട്ടല്ല. അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതാ. അപ്പൊ അങ്ങനെ ഒരാളെയും ബലപ്രയോഗത്തിലൂടെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഒരാൾക്കും അത്തരം ഇപ്പൊ മുസ്ലിങ്ങൾ പറയുന്നത് നന്മ ചെയ്തു കഴിഞ്ഞാൽ അവന് നാളെ സ്വർഗമാണ്, തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവന് നാളെ നരകമാണ് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ട്. അപ്പോ ഈ എല്ലാ മനുഷ്യരിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ മതങ്ങളുടെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്നാണ് ഞാൻ പറയുക. എല്ലാം പിശാചുക്കളാണ്. കാരണം പിശാചിന്റെ മനസ്സുമായിട്ട് സഞ്ചരിക്കുന്ന മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ചിന്തിക്കുന്ന മതങ്ങൾ, അല്ലെ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? നല്ല മനുഷ്യനായി ഇപ്പോ അമുസ്ലിമായി ഹിന്ദു സഹോദരങ്ങളും സഹോദരിമാരും അമ്പലങ്ങളിൽ പോയിട്ട് അവർ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മനസ്സ് സമാധാനത്തിന് വേണ്ടിയാ, അവരുടെ കാര്യങ്ങൾ നല്ല ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടിയും ഇങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥനയാണ് ഉണ്ടാവുക. അതിപ്പോ ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചിനെ തളച്ചിടാൻ വേണ്ടിയാണ് മതം എന്നുള്ള ആ ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സമാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മനുഷ്യൻ പിശാചാണ്. അപ്പോ പ്രവാചകൻ ഇസ്ലാം മതം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാ, മുസ്ലിം സമൂഹത്തിന്. പക്ഷേ മുസ്ലിം സമൂഹത്തിന് എന്നുദ്ദേശിക്കുന്നത്
മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തികളാണ്. അതല്ലാതെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിം ആയാൽ മാത്രമേ പ്രവാചകനെ പിൻപറ്റേണ്ടതുള്ളൂ. അതല്ലാതെ പ്രവാചകൻ കാണിച്ചു തന്ന വഴികൾ അത് നന്മയാണ്, അത് തിന്മയല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന എന്നെപ്പോലെയുള്ള മുസ്ലിങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരെ ഉപദ്രവിക്കാനോ അതല്ലെങ്കിൽ അവരെ കഴുത്തിന്റെ മുകളിൽ വാള് വെച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിക്കടാ, ഇല്ലാന്നുണ്ടെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതിയിലല്ല പഠിച്ചു വെച്ചിട്ടുള്ളത്. മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനമാണോ അതല്ലെങ്കിൽ അത് മനുഷ്യന് ഉപകാരപ്പെടുന്നതാണോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഇസ്ലാമിലേക്ക് വരും. ശരി, എന്ന് ഞാൻ പറയട്ടെ. പ്രവാചകന് 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം ലഭിക്കുന്നത്. 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ മരിക്കുന്നു. 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര സൈനിക നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോ ഗസ്വത്ത് എന്ന് പറയും. ഗസ്വ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധവും സരിയ എന്ന് പറഞ്ഞാൽ ആളുകളെ പറഞ്ഞു വിട്ട് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുമുണ്ട്. ഏതാണ്ട് 27ഓളം യുദ്ധം. അപ്പോൾ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ പ്രവാചകൻ ചെയ്തത് 27 യുദ്ധങ്ങൾ. ഞാൻ പറഞ്ഞു തീരട്ടെ. അതും നേരിട്ട് നേതൃത്വം നൽകിയ യുദ്ധങ്ങൾ. അവന്റെ വീട്ടിലെ കന്നുകാലി ഇവന്റെ വീട്ടിലെ പുല്ല് തിന്നതിന്റെ പേരില്, ഇവന്റെ വീട്ടിലെ ആട് അവന്റെ വീട്ടിലേക്ക് ഓടിക്കേറി, ചെറിയ ചെറിയ കലഹങ്ങൾ നടന്നിരുന്ന കാലഘട്ടത്തില് പ്രവാചകൻ വന്നിട്ട് അത് ഒരു ആയുധം ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമാക്കി മാറ്റി. ഇസ്ലാമിലെ ചരിത്രപരമായിട്ടുള്ള ആദ്യത്തെ ഏറ്റവും വലിയ യുദ്ധമാണ് ബദർ യുദ്ധം. നമ്മൾ ഇന്നും റമദാൻ മാസത്തിലെ 17ാമത്തെ നോമ്പിന് ബദർ യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരുപാട് ബദർ ദിനം മൗലൂദുകളൊക്കെ കഴിപ്പിക്കാറുണ്ട് ഇവിടെ ഒരു വിഭാഗം ആളുകൾ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണത്. മറ്റൊന്നാണ് ഉഹുദ് യുദ്ധം, മുസ്ലിങ്ങൾ പരാജയപ്പെട്ട യുദ്ധം, നേതൃത്വം തെറ്റിയതിന്റെ പേരിൽ പരാജയപ്പെട്ട യുദ്ധം. മറ്റൊന്നാണ് കിടങ്ങ് യുദ്ധം, കന്തക്ക് യുദ്ധം എന്ന് പറയും. മദീനയ്ക്ക് ചുറ്റും കുഴികളൊക്കെ കുഴിച്ചിട്ട് ചില പ്രതിരോധം തീർത്തു. മറ്റൊന്നാണ് ഖൈബർ യുദ്ധം, അത് കൊള്ളയായിരുന്നു. ഇങ്ങനെ മക്ക വിജയം, മക്കം ഫത്ത് എന്ന് പറയില്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹുനൈൻ ആണെങ്കിലും ത്വായിഫ് ആണെങ്കിലും തബൂക്ക് ആണെങ്കിലും കന്തക്ക് ആണെങ്കിലും അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ നേരിട്ട് ചെയ്തത് അല്ലാതെ വലുതും ചെറുതുമായിട്ടുള്ള ഏതാണ്ട് 60 മുതൽ 80, 90 വരെയുള്ള യുദ്ധങ്ങൾ അല്ലാതെയും നടന്നിട്ടുണ്ട്. ഈ 23 വർഷത്തിനുള്ളിൽ നടന്ന ഇത്തരം യുദ്ധങ്ങൾ ചരിത്രകാരന്മാർ എഴുതി വയ്ക്കുന്നുണ്ട്. ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുമ്പോൾ, പ്രവാചകൻ സമാധാനപ്രിയനായിരുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും പ്രതിരോധമായിരുന്നില്ല. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇത്രയും സമയം സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടായിരുന്നല്ലോ. അപ്പോ ഈ യുദ്ധങ്ങളെല്ലാം പ്രതിരോധത്തിന് വേണ്ടി, ഡിഫൻസിന് വേണ്ടിയിട്ടായിരുന്നില്ല. ഇതൊക്കെ ഖൈബർ യുദ്ധം ആരുമാരെയും ആക്രമിച്ചിട്ടല്ല, മക്ക വിജയം ആരുമാരെയും ആക്രമിച്ചിട്ടില്ല. ഇതൊക്കെ അങ്ങോട്ട് പോയി ചെന്ന യുദ്ധമാണ്. ഇനിയും സമാധാനത്തിന്റെ മതം എന്ന് ഇസ്ലാം. ശരി, സമാധാനത്തിന്റെ മതം സ്ഥാപിക്കാൻ എന്തിനാണ് ആ യുദ്ധം? ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ യുദ്ധങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നു, കന്നുകാലിയുടെയും പൂച്ചയുടെയും പേര് പറഞ്ഞിട്ടാണ് നടന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ ഈ യുദ്ധങ്ങൾ നടന്നതൊക്കെ നിങ്ങൾ മുസ്ലിം ആകൂ എന്ന് പറഞ്ഞിട്ടാണോ? അത് ഞാൻ പറഞ്ഞുതരാം. കൊള്ളയുണ്ടല്ലോ. ആദ്യകാലത്ത് കച്ചവട സംഘങ്ങൾ അവര് കച്ചവടം ചെയ്ത് 10 പൈസ ഉണ്ടാക്കും, ഇവര് പോയി തട്ടിയെടുത്തുകൊണ്ട് വരും. അവിടുത്തെ പെണ്ണുങ്ങളെയും ഇവർക്ക് വേണം, ആ ഭൂമിയും ഇവർക്ക് വേണം. ഇതൊക്കെ സാമ്പത്തിക തന്ത്രമായിരുന്നു എന്നാണ് വേറെ സംഭവമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു കാര്യം ഞാനിത് പറഞ്ഞു തീർന്നിട്ടില്ല. അപ്പോ ഈ യുദ്ധ നിയമങ്ങളൊക്കെ പിന്നീട് പരിഷ്കരിക്കുവാണ്. സ്ത്രീകളെ കൊല്ലരുത്, സസ്യങ്ങളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ കൊല്ലരുത് എന്നൊക്കെ പറയുവാണ്. ഇക്ക പറയുന്നു ആ കാലത്ത് യുദ്ധം അനിവാര്യമായിരുന്നു എന്ന്. പക്ഷെ ാണ് ഇസ്ലാം വളർന്നത്. അങ്ങനെയൊന്നുമല്ല. അത് ഇപ്പോ കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ ശ്രദ്ധിച്ചിരുന്നു. സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഞാൻ മനസ്സിലാക്കിയ പ്രവാചകൻ യുദ്ധ സന്ദർഭങ്ങളിൽ വിധവകളായി പോയ സ്ത്രീകളെയാണ് അവർ
കുറച്ചു പേരെ വിവാഹം കഴിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റവർക്കും കഴിക്കാൻ മറ്റുള്ള സ്ത്രീ അല്ലല്ല മറ്റുള്ള എല്ലാ വിധവകളെയും മൊത്തം നബി മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കെട്ടിന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അതായത് ഇപ്പൊ ഇന്ത്യയിൽ നടന്ന മറ്റേ അക്ബർ ചക്രവർത്തിയുടെയൊക്കെ യുദ്ധങ്ങളിൽ ഒരുപാട് സ്ത്രീകളെ അവര് കൊണ്ടുവന്ന് അവരുടേതായിട്ടുള്ള ആ ഒരു പരിചരണത്തിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യുദ്ധ സന്ദർഭങ്ങളിൽ മക്കളെ നഷ്ടപ്പെട്ടവരും ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഒരുപാട് സ്ത്രീകൾ എന്ന് പറയുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെ വിജയം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഈ സമാധാനം പ്രവാചകൻ ലോകത്ത് സ്ഥാപിച്ചത് എങ്ങനെയാണ്? ആയുധങ്ങളിലൂടെയായിരുന്നു. വിജയം അങ്ങനല്ല. എല്ലാം അതെ, പ്രവാചകൻ ചെയ്ത എല്ലാ യുദ്ധങ്ങളും സമാധാനപരമായിട്ടായിരുന്നില്ല. അങ്ങനല്ല. ഓലപ്പടക്കങ്ങൾ എറിഞ്ഞിട്ടല്ല. എന്താണ് മക്കം ഫത്തഹ് എന്നാണ് പറയുന്നത്. അത് അവിടെ മക്കയിൽ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ കൊന്നൊടുക്കിയിട്ട് അങ്ങനെ പിടിച്ചടക്കിയതല്ല. മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും പ്രവാചകരെ മനസ്സിലാക്കിയ അമുസ്ലിങ്ങളായിട്ടുള്ള ആ മക്ക നിവാസികൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ സൂചന ദൂതന്മാർ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു വരികയാണ് ചെയ്തത്. മക്ക പ്രവാചകൻ പിടിച്ചടക്കിയത് ആയുധത്തിലൂടെയായിരുന്നു. ഒടുവില് അവരോട് പറഞ്ഞത് 3 തത്വങ്ങളാണ്. ഒന്നുകിൽ തല നീട്ടിക്കോ, ചാകാൻ തയ്യാറാക്കോ, അതല്ലെങ്കിൽ ഇസ്ലാം ഖുർആൻ പറയുന്നതാണ്, അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചോ, അതല്ലെങ്കിൽ നാട് വിട്ടുപോയിക്കോ. അങ്ങനെ പ്രവാചകന്റെ വാൾത്തലപ്പിനെ ഭയന്ന് മക്കം ഫത്തഹിൽ ഒരുപാട് വിശ്വാസം സ്വീകരിച്ച അബൂ സുഫിയാനെയും മുആവിയയെയും പോലെയുള്ള ആളുകളെ ഖുർആൻ തന്നെ വരച്ചു കാണിക്കുന്നുണ്ട്. അപ്പോ ഇത് ശരിക്കു പറഞ്ഞാല് ചരിത്രത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിന് തുല്യമാണ്. ഇസ്ലാം സമാധാനമാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇസ്ലാമിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ, പ്രവാചകന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും രക്തം ചിന്താൻ വേണ്ടിയും പെണ്ണുങ്ങളുമായിട്ട് ഭോഗിക്കാൻ വേണ്ടിയും മാത്രം മാറ്റി. അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. ഇസ്ലാമിലെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള രേഖകളാണ് ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഹിഷം, ഞാൻ പറയട്ടെ, ഇബ്നു തൊബിരി, ഇതുപോലെയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പ്രവാചകന്റെ യുദ്ധവും പ്രവാചകൻ പറഞ്ഞുവിട്ട യുദ്ധങ്ങളും ചരിത്രകാരന്മാർ അതൊക്കെ വരച്ചിടുന്നുണ്ട്. ഞാൻ പറഞ്ഞു തീർന്നില്ല. പ്രവാചകൻ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങി സൈന്യത്തെ നയിച്ച എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബദർ യുദ്ധം പോലെ, ഉഹുദ് യുദ്ധം പോലെ, പ്രവാചകരുടെ നേതൃത്വത്തിലുള്ള സമാധാനത്തിന്റെ മതം വളർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ ആയുധവും. അല്ല. അതായത് ഈ പറയുന്ന ഇസ്ലാമിന്റെ ആരംഭത്തിൽ തന്നെ ഇവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മക്കാ മുശ്രിക്കുകൾ പല രൂപത്തിലും ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഇപ്പൊ ഈ പറഞ്ഞ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന സമയം ഇവരെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ഈ ഒരു വിഭാഗം അവര് വരുന്നു എന്ന് കണ്ടപ്പോ അഭയം തേടിയത് എവിടെയായിരുന്നു? ഒരു ക്രിസ്ത്യൻ പള്ളിയിലായിരുന്നു. ആ ക്രിസ്ത്യൻ പള്ളിയിലുണ്ടായിരുന്ന അവിടുത്തെ അന്നത്തെ രാജാവ് അവർക്ക് അഭയം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ സമാധാന പ്രിയന്മാരല്ലാത്ത വ്യക്തികളാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അഭയം കൊടുക്കുക? എന്നാ ആ പറയുന്ന ജൂതന്മാരെ പ്രവാചകരും സംഘവും അവരെ വെട്ടിക്കൊല്ലണ്ടേ? ആ പറയുന്ന ആ ഒരു ജൂതപ്പള്ളി അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി അവര് കൈയടക്കണ്ടേ? ചെയ്തില്ലല്ലോ. അവിടെ അഭയം കൊടുത്തു, അവർക്ക് വേണ്ടുന്ന ഭക്ഷണ എല്ലാം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അവര് നല്ല മനുഷ്യരായതുകൊണ്ട് മനുഷ്യത്വം കാണിച്ചു. അല്ല, ഇവര് മോശമായതുകൊണ്ട് അവര് ജീവിച്ചു. അല്ലെ? അങ്ങനെയല്ല ജീവിക്കുന്നത്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇവര് പാവങ്ങളെ പോലെ വലിഞ്ഞു കയറി പോയിട്ടാണ് അവിടെയൊക്കെ ഉണ്ടാക്കുന്നത്. നിൽക്കട്ടെ, ഇക്ക ദുൽഫിക്കർ എന്ന ഒരു വാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രവാചകന്റെ വാളാണ് ദുൽഫിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രവാചകന്റെ വാളല്ല. പ്രവാചകൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും വാളും എമ്പാടും ആയുധങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകന് സ്വന്തമായിട്ട് അങ്ങനെ ഒരുപാട് കവചങ്ങളും വില്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. സമാധാനത്തിന്റെ സന്ദേശം സ്ഥാപിക്കാൻ ലോകത്ത് നിയുക്തനായിട്ടുള്ള മാതൃകാ പേഴ്സൺ എന്തിനാണ് ഈ ആയുധങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു മൃഗമാണ് മുയല്, അല്ലേ? അതുപോലെ തന്നെ ഈ മുള്ളംപന്നി അക്രമകാരിയല്ല. പക്ഷെ മുള്ളംപന്നിയെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയം അത് സ്വയം അമ്പ് വിടും, അതിന്റെ മുള്ളിനെ അത് സ്പ്രെഡ് ചെയ്യും. അപ്പോ ഇപ്പൊ ഞാന്
എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു രക്ഷയല്ലേ ഞാൻ നോക്കുക. അതിനുവേണ്ടി എന്തൊക്കെ ചിലപ്പോ പ്രവാചകൻ ഒരു സമാധാന പ്രിയനാണെങ്കിൽ നാട്ടുകാരൊക്കെ അടി കൊണ്ടിട്ട് എന്തിനാ മൂത്രം ഒഴിച്ചു വരെ ബക്കറ്റില് കട്ടിലിന്റെ അടിയിൽ വെച്ചിരുന്ന ആളാ. അതല്ല അവിടെ നിക്കട്ടെ, നാട്ടുകാരെ അടി കൊണ്ടിട്ട് ഇതിലെ പ്രവാചകൻ ഒരു സമാധാന പ്രിയനാണെങ്കിൽ എന്തിനാണ് ഈ യുദ്ധ നിയമങ്ങളും ആയുധങ്ങളും ഒക്കെ സ്വന്തമായിട്ട് ശേഖരിച്ചു വെച്ചിരുന്നത്? ഈ യുദ്ധ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതേ അന്നൊക്കെ ഉണ്ടായിരുന്ന പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവര് ശക്തന്മാരായിരുന്നു. ശക്തന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ബദർ യുദ്ധത്തിന്റെ ഒരു കഥ പറഞ്ഞില്ലേ, ആ ബദർ യുദ്ധത്തിൽ ഇറങ്ങിയ 313 എന്താണ് അവരെ പറയുമല്ലോ, ബദരീങ്ങൾ അല്ലേ, ബദരീങ്ങൾ. ഇവരെ 313 ആ ഒരു ബദരീങ്ങള് 313 ആണെന്നുണ്ടെങ്കിലും അവർ 3,13,000 ആളുകളുടെ ബലമായിരുന്നു. അപ്പോ ചില കാര്യങ്ങളിൽ പറയുന്നുണ്ട് ആ 313 ആളുകളുടെ കൂടെ യുദ്ധത്തിന് മലായിക്കത്തിങ്ങളോ ജിന്നുകള് ഇവര് അവരെ സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, കാരണം അവർക്ക് ജീവിക്കണം, അവർക്ക് പൊരുതി നിൽക്കണം എന്ന് ചിന്തിച്ച വ്യക്തികളായിരുന്നു. മരിക്കണമെങ്കിൽ മരിക്കന്നെ. കാരണം അവർക്ക് ജീവിക്കാൻ അവരെ അനുവദിക്കാതെ മക്ക മുശ്രിക്കുകൾ വേട്ടയാടിക്കൊണ്ടിരുന്ന സന്ദർഭങ്ങളായിരുന്നു അത്. പല രീതിയിലും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴൊക്കെ അതിനൊക്കെ ചെറുത്തു നിന്നതിന് പ്രവാചകൻ സമാധാനപ്രിയനല്ല. സമാധാനപ്രിയനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് വാളെടുക്കുന്നത്? എന്തിനാണ് അമ്പ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നത്? എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഇപ്പൊ ഞാൻ ചുരുക്കം പറയട്ടെ, ഇപ്പൊ ടീച്ചർ, ജനങ്ങളെ ടീച്ചറാണ്, എൻ്റെ വൈഫാണ്. ജാമിനപ്പ ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടി വരികയാണ്, നീ സമാധാന പ്രിയനാണ്, എന്നെ ആരും ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണ്, ഞാൻ അങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാര് നിന്നെ വെറുതെ വിടുവോ? എന്നെ വെറുതെ വിടുവോ? പ്രവാചകൻ ചെയ്ത യുദ്ധങ്ങളെല്ലാം കൊള്ളയടിയും അങ്ങോട്ട് കയറിയുള്ള ഏകപക്ഷീയമായിട്ടുള്ള യുദ്ധങ്ങളുമായിരുന്നു എല്ലാം. അല്ലാതെ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ പ്രതിരോധത്തിനു വേണ്ടി ആക്രമിച്ചതല്ല. ഞാൻ ചുരുക്കം പറയട്ടെ, ഏകപക്ഷീയമായിട്ടുള്ള യുദ്ധങ്ങളും കൊള്ളകളും അനവധി പ്രവാചകൻ ചെയ്തിട്ടുണ്ട്. നിഷ്കളങ്കമായിട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ എന്തു ഈ പറയുന്നത്? അങ്ങനല്ല. അതായത് പ്രവാചകന്റെ ഇപ്പൊ ചില ആളുകൾക്ക് അറിയില്ല ചില കാര്യങ്ങൾ. ഞാൻ ഒരു പാട്ടിലൂടെയാണ് ആ ഒരു സംഭവം മനസ്സിലാക്കിയത്. പിന്നീടാണ് ചരിത്രം ഞാനൊന്ന് വായിച്ച് മനസ്സിലാക്കിയത്. ആനപ്പടയുമായി അലറി വരുന്നുണ്ട്, 60,000 സൈന്യം അവരുണ്ട്. അബ്രഹാം എന്ന രാജാവായി നിന്നുണ്ട് കഅബ പൊളിച്ചിടുവാണ്. മാർക്കോസ് പാടിയതാ ആ പാട്ട്. ഇത് മറ്റേ പാടിക്കഴിഞ്ഞാൽ പണി കിട്ടുമോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ആനപ്പാടയുമായി അലറി വരുന്നുണ്ട്, 60,000 സൈന്യം അവരുണ്ട്. അബ്രഹത്തെന്ന രാജ്യനേതാവായുണ്ട്, കഅബ പൊളിച്ചിടുവാൻ വരുന്നുണ്ട്, കഅബ പൊളിച്ചിടുവാൻ. അപ്പോ പുണ്യ റസൂലിന്റെ ജനനദിനത്തിന് പിറകോട്ടോരൻപത് വർഷങ്ങൾ മുമ്പിൽ, അതിന് പ്രവാചകന്റെയും 50 വർഷം മുൻപ് കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹാം രാജാവിനെ ആ ഒരു പ്രജകളെ നശിപ്പിച്ചതാരാ? മുഹമ്മദ് നബിയും മറ്റേ പരിചാരങ്ങളുമാണോ? അന്ന് പ്രവാചകനില്ല. ഈ കാണുന്ന ഇന്ന് നമ്മൾ ഹജ്ജിന് പോകുന്ന കഅബ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, മുഹമ്മദ് നബിയാണ് ഇസ്ലാം കൊണ്ടുവന്നത്, ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ധാരണ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പഠിച്ചത് അവസാനത്തെ പ്രവാചകൻ, ആ പ്രവാചകനിലൂടെയാണ് ഇസ്ലാം പരിപൂർണമായത് എന്നാണ്. അപ്പോ അതിക്കു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അന്നും മുസ്ലിങ്ങളുണ്ട്, അല്ലാതെ മുഹമ്മദ് നബി വന്നതിന് ശേഷം മാത്രമല്ല. അതിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇനി അതിക്കു മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആരാണ് ഇബ്രാഹിം നബി?
ആ ഇബ്രാഹിം നബിക്ക് ശേഷമുണ്ടായ പ്രവാചകന്മാരിൽപ്പെട്ട ആളുകളെയാണ് ഇപ്പൊ ദൈവം പോലെ കൊണ്ടടക്കുന്നത്, അല്ലേ? അതുക്കും മുമ്പും ഇസ്ലാമുണ്ട്, ചരിത്രമാണ്. ശരി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്ത് നിഷ്കളങ്കമായും എന്ത് സമർത്ഥമായുമാണ് വാചാലത കൊണ്ട് ഇസ്ലാം ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ ശരാശരി ഇസ്ലാം മതവിശ്വാസികളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. കാരണം അവര് വിശ്വസിച്ച് ആചരിച്ചു പോരുന്ന എല്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. രണ്ട്, കസ്റ്റം അവര് ശീലിച്ചു പാലിച്ചു പോന്നു. അതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇബ്രാഹിം നബി നമസ്കരിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇബ്രാഹിം നബി നോമ്പെടുത്തിട്ടുണ്ടോ? ഇബ്രാഹിം നബി യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇബ്രാഹിം നബി കൺവേർഷനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? സ്വന്തം മോനെ പോലും കഴുത്തറുത്ത് കൊന്നിട്ട് സ്വർഗത്തിന് വേണ്ടിയിട്ട് സ്വപ്നം കണ്ടതിന്റെ പേരിൽ പോയ ഒരു മാനസിക രോഗിയല്ലാതെ ഇബ്രാഹിമിനെ എനിക്കെന്ത് കരുതാൻ പറ്റും? എനിക്കിത്രയേ ഉള്ളൂ. അപ്പോ ഇസ്ലാമില് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രവാചകൻ സമാധാനത്തോടുകൂടി ഒരന്തി വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല. കാരണം ബക്കറ്റിൽ മൂത്രമൊഴിച്ച് കട്ടിലിന്റെ അടിയിൽ വെച്ചിരുന്ന് ആയിഷയുടെ ഭൃത്യ എടുത്തു കുടിച്ച കഥയൊക്കെ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി നമുക്ക് വെടിപ്പായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ സമാധാനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല തന്റെ പ്രവൃത്തി കൊണ്ട്. പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു, ഇപ്പോഴും സമാധാനമുണ്ടോ? ഇല്ല. ചെയ്തത് വെച്ച് നോക്കിയാൽ അത്ര വലിയ സമാധാനമൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇക്കായെ പോലെയുള്ള ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോ ഇസ്ലാമിന്റെ ഒരു കഥ ഇപ്പോ ഭയങ്കര മോശമാക്കി ചിത്രീകരിച്ച് സംസാരിക്കുന്ന രീതികളാണ് ഏറ്റവും കൂടുതൽ. അപ്പോ അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇസ്ലാം അങ്ങനെയാണ്, ഇസ്ലാം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകളുമുണ്ട്. ഇപ്പൊ കമന്റ് ബോക്സിലൊക്കെ വന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവരൊക്കെ പ്രവാസ ലോകത്തിൽ ജീവിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പറയില്ല. കാരണം പ്രവാസ ലോകത്തിൽ ജീവിച്ച ഒരു മനുഷ്യനും ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യത്ത് പോയിട്ട് കാല് കുത്തിയ ഒരു മനുഷ്യനും ഇസ്ലാം മതം മോശമാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം മുസ്ലിങ്ങൾ മോശമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന അറേബ്യൻ കൺട്രിയെ താങ്ങിക്കൊണ്ടിട്ട് ആ ഇസ്ലാമിക രാജ്യത്തുള്ള പെട്രോളും അതല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളും കൊള്ളടിക്കുന്ന രൂപത്തിലൂടെ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇസ്ലാമിന്റെ സാധനമല്ല, മുസ്ലിങ്ങളുടെ സാധനമല്ലേ. സെയ്ദലവി ചോദിക്കുകയാണ് എന്താ ജാമിദായെ ഡിവോഴ്സ് ചെയ്യാത്തതെന്ന്. അതൊക്കെ കേൾക്കുക. ഡിവോഴ്സ് അതിന്റെ ഇതാണ് ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന് അഭയം കൊടുത്ത അബൂ താലിബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുക? അതായത് മൂത്താപ്പയാണ്. അവരുടെയൊക്കെ സഹിഷ്ണുതയാണ് മുഹമ്മദ്. അല്ലല്ല, പറയട്ടെ. അബൂ താലിബ് പ്രവാചകന് അഭയം കൊടുത്തു. പ്രവാചകനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിരുന്നത് അബൂ താലിബാണ്, മൂത്താപ്പയാണ്. സ്വന്തം ഉപ്പയുടെ ജ്യേഷ്ഠൻ. ആർക്കും പണി കൊടുത്തിട്ടില്ല. അതൊക്കെ വെറുതെയാണ്. അവരുടെ ആരാധനാലയങ്ങളൊക്കെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. കാരണം ഇപ്പൊ ജാമിദ ടീച്ചറുടെ ആ ഒരു ശബ്ദത്തിലൂടെ ഒട്ടുമിക്ക ആളുകളും ഇസ്ലാമിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിച്ചു വന്നു. ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളടക്കം അതിന്റെ എല്ലാ ഇസ്ലാമിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അവർക്ക് ചുക്കും അറിയില്ല. ചില ഡിബേറ്റും ഒരു സംസാരിക്കാനല്ല. നമ്മള് മാന്യമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് തന്നെ സംസാരിക്കും. മാന്യമായിട്ട് സംസാരിക്കുന്നവരെ മോശമാക്കി സംസാരിക്കുന്ന ആ ഒരു ക്ലബ് ഹൗസ് പോലെയുള്ള വൃത്തികെട്ട ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അവര് പറയുന്നത് മാത്രം എല്ലാവരും കേട്ടോളും, മറ്റുള്ളവർക്കൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിയാണത്. മോശമാക്കി ചിത്രീകരിച്ച് സംസാരിക്കുന്നതൊക്കെ. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ജാമിദ ടീച്ചറുടെ ശബ്ദത്തിലൂടെ ഇസ്ലാം മതത്തിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പറും പടച്ചവന്റെ ഒരു കളിയാ. പടച്ചവന്റെ ഒരു കളിയാണത്. കാരണം അല്ലല്ല, അതങ്ങനെയാണ്. അത് ഒരാളുടെ ഇതിൽ നിന്നും അതിങ്ങനെ പകർന്ന് പോയിക്കൊണ്ടിരിക്കും. പിന്നീട് ഇസ്ലാം മതത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനിടയാകും. എന്താണ് സമാധാനപ്രിയരായിട്ടുള്ള മുസ്ലിങ്ങൾ
എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ശരി, നമ്മള് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്തായിരുന്നാലും മതത്തെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവരും തലറക്കുന്ന ആൾക്കാരല്ല. ഒരു മിനിറ്റ്, മതം പഠിച്ച് മതം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന എന്നെ മതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ട് മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാക്കിയ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വെറും പുസ്തക പുഴുക്കളായിട്ട് ജീവിച്ചാൽ മാത്രം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അല്ല, പുസ്തക പുഴുക്കളായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്നേ ഞാൻ പറയുള്ളൂ. ആ ഒരു ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളൊക്കെ എങ്ങനെയാണോ വന്നത് അത് കണ്ടു മനസ്സിലാക്കി, അതല്ലെങ്കിൽ അവരുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഇസ്ലാം മതത്തെ ആ ഒരു മുസ്ലിം ആയിട്ടുള്ള ലൈഫ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമാധാന പ്രിയന്മാരായിട്ട് തന്നെയാണ് ജീവിക്കുക. ശരി, തീർന്നു. ഇന്ന് വിദ്യാഭ്യാസവും വിവരവുമുള്ള കമ്മ്യൂണിറ്റിക്ക് ആവശ്യം ആധാരങ്ങളാണ്. എന്ത് ഇസ്ലാം മത പ്രമാണങ്ങൾ പറയുന്നു അതിനനുസരിച്ച് ഫോളോ ചെയ്യാനാണ് ആളുകൾ താല്പര്യപ്പെടുക. അപ്പൊ ഇവരൊക്കെ പറയുന്നത് പഠിക്കേണ്ട, ആധാരങ്ങൾ വേണ്ട, പ്രമാണങ്ങൾ വേണ്ട, അതല്ലാതെ തന്നെ കസ്റ്റം പാപ്പ എന്ത് ചെയ്തു അങ്ങനെ തന്നെ നമ്മൾ അങ്ങനല്ല. എന്തായിരുന്നാലും നമ്മുടെ ലൈവ് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്ലാം മതത്തിലുള്ള ആളുകളാണ് കഴുത്തെങ്ങനെ അറക്കണമെന്ന് പഠിപ്പിക്കുന്നത്, എങ്ങനെ കണ്ണ് ചുഴ്ന്നെടുക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഒരാഴ്ചയായിട്ടുള്ളൂ. ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരല്ല സ്വന്തം അമ്മനെ കഴുത്ത് അറുത്തു കൊന്നത്. ഇന്നലെ അഫാൻ മുസ്ലിം ആയിരുന്നു, അമ്മയെ ചുറ്റികടിച്ച് പ്രണയിനിയെ കൊന്ന്, അനിയനെ കൊന്ന്. അദ്ദേഹം പറഞ്ഞ മനുഷ്യൻ പിശാചാണെന്ന്. സ്വന്തം അമ്മയെയും പെങ്ങളെയും അവരാരാണെന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത വ്യക്തികളാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. അതിനൊരു ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ താലിബാനിൽ മറ്റേ ഗാസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെയും സഹോദരിമാരെയും ഈ പറയുന്ന ഇസ്രായേൽ സേനയും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്താ ചെയ്തു കൂട്ടിയത്? മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ കഴുത്തറത്ത് കൊന്ന്, വെടിവെച്ച് കൊന്ന്, മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ 257 പേരെ അവരെന്ത് ചെയ്തു? 1400 പേരെ എല്ലാവരും ചെയ്യും, എല്ലാ രാജ്യക്കാരും ചെയ്യും. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പറയട്ടെ, അല്ലല്ല, പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ആളുകളെ ഇന്ത്യ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്? അതാ പറയുന്നത്. അപ്പൊ അതെല്ലാം ഇസ്ലാം ഫോളോ ചെയ്തിട്ടാണോ? അല്ല, ഇസ്ലാം ഫോളോ ചെയ്തിട്ടല്ലോ. ആളെ മാത്രം ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ ലൈവ് സെഷൻ ഇവിടെ അവസാനിക്കുവാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇസ്ലാമിനെ കുറിച്ച് അറിയാതെയാണ് ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുന്നത് ചില ആൾക്കാരുണ്ട്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ്. ഈ പറയപ്പെടുന്ന ആളുകളാണ് തീവ്രവാദികൾ എന്ന് ഞാൻ പറയും. കാരണം അവരുടേതായിട്ടുള്ള ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും തീവ്ര സ്വഭാവമായിട്ട് നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ശരി, നിക്ക്. പിന്നെ ഇക്കാടെ കണ്ണിൽ ഏറ്റവും നല്ല മനുഷ്യൻ നബിയാണ്. ആ നബിയാണ് വെറും 23 വർഷം കൊണ്ട് നേരിട്ട് 27 യുദ്ധവും പറഞ്ഞു വിട്ട് അതിലേറെ യുദ്ധവും 100 കണക്കിന് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമാധാന പ്രിയന്റെ നിക്കാട് സമയം കഴിഞ്ഞു. ആ സമാധാന ആശയം ഫോളോ ചെയ്ത് 100 കണക്കിന് ഐസിസുകള്, പിന്നെ ഹിസ്ബുള്ള, ഹമാസ്, ഹൂദികള്, ലഷ്കർ ഇ തൊയ്ബ, അൽ ഖ്വയ്ദ ഇങ്ങനെ തുടങ്ങി 100 കണക്കിന് സംഘടനകൾ ഉണ്ടാക്കി ലോകം മുഴുവനും സമാധാനം വാരി വിതറാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുമ്പോൾ ലഷ്കർ ഇ തൊയ്ബയും അൽ ഖ്വയ്ദയും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ ഇന്ത്യൻ സേന കൈകാര്യം കഴിഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്ന മുസ്ലിങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ തീവ്രവാദികളാണ് എന്ന് പറയുന്നുണ്ടല്ലേ? ഞാനും എന്റെ ഈ 4 മക്കളും മുസ്ലിങ്ങളാണ്, മനസ്സിലായോ? ഇസ്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീവ്ര സ്വഭാവമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജാമിദ ടീച്ചർ ഇന്ന് ജീവനോടെ ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മൾ ആരും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടില്ല. കഴുത്തറക്കാൻ പഠിച്ചവരാണ് നമ്മൾ, പറഞ്ഞിട്ടില്ല. ആടിനെ വെട്ടുന്ന ആൾക്കാരല്ല. എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരാണെന്നോ തീവ്രവാദികളാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ലൈവ് സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ
രേഖപ്പെടുത്തുക. ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒരു വേദിയായിട്ട് നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടാകും. കാരണം നേരിട്ട് സംസാരിച്ചാൽ തമ്മിലടിയാകും. അതുകൊണ്ടാണ്. അപ്പോൾ ബൈ ബൈ. അടുത്ത പോയിന്റുമായിട്ട് വരുന്നുണ്ട്. ബൈ ബൈ. പോയിന്റ് ഒന്നുമില്ല, ഞാൻ ഇത്രയും ശബ്ദത്തിൽ സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യം മനസ്സിലാവാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊന്നും ഒരു വിഷം ചീറ്റുന്ന ആ ഒരു സംഭവമൊന്നുമില്ല. എല്ലാവരും ഒരേ രീതിയിൽ കാണുന്ന. നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ ബൈ. അഡ്മിന്മാരെ എല്ലാവർക്കും വണക്കം. ഗുഡ് നൈറ്റ്.